അതുകൊണ്ട് ധർമാനുഷ്ഠാനം ജീവിതവ്രതമായി സ്വീകരിക്കുന്ന ഒരാളെ ആ ധർമ്മം രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടാകുമെന്നോ എപ്പോഴും സത്തായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ അല്ല എൻ്റെ അർത്ഥം. അനുഭവങ്ങളെക്കുറിച്ച് ഭീതിയില്ലാത്തവനാകും. അപ്പോൾ തുല്യമായില്ലേ? തൽക്കാലത്തെ വേദന മാത്രമേ ഉണ്ടാവൂ. തൽക്കാലം ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ അതിനെ സഹിക്കാനുള്ള ത്രാണി തനിയെ വരും. അപ്പോൾ ദുരനുഭവങ്ങൾ ഒരു പ്രശ്നമല്ലാതെയാവും. ദുരനുഭവങ്ങളിൽ ഭീതിയില്ലാതെയാകും. ദുരനുഭവങ്ങളിൽ മനക്ലേശമില്ലാതെയാകും. ദുരനുഭവങ്ങളെ സാധാരണ രീതിയിൽ നേരിടാനുള്ള ചിത്തപരിഭാഗം വരും. ചിത്തപരിഭാഗം വന്നാൽ പിന്നെന്താണ് പ്രശ്നമുള്ളത്? ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും വരാനല്ല, അതിനുവേണ്ടി പരിശീലിക്കുന്ന ആളുകൾക്ക് വരും. രാജാക്കന്മാർ അതിനുവേണ്ടി പരിശീലിക്കണമെന്ന് അനുശാസിച്ചിരിക്കുന്നു.